ഹായ് ഹലോ ദിസ് ഇസ് വിജിത രാമചന്ദ്രൻ. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എങ്ങോട്ടും യാത്ര പോകുന്ന ഒരു വ്ളോഗല്ല, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വീട്, നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമായ സ്വന്തമായിട്ടുള്ളൊരു വീട്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറൊന്നുമല്ല, പക്ഷേ ഒരു സിവിൽ എഞ്ചിനീയറുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകളും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ വിധത്തിൽ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യവും ഇപ്പോൾ 100% അത് തന്നെയായിരിക്കും ഏതൊരു വീട് ഉണ്ടാക്കുമ്പോഴും സംഭവിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കി വീഡിയോ കാണുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതായത് വീടെന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും വളരെ കാലമായിട്ടുള്ളൊരു ഒരു ഡ്രീമായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മളുടേതും മാത്രമായ കുറച്ച് സ്വപ്നങ്ങളുണ്ടായിരിക്കും. നമ്മളുടെ വീട് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ വീട് അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഓരോ വീടുകൾ കാണുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് നമ്മളുടെ സ്വപ്നത്തിലുള്ള വീടുമായിട്ട് അതിന് വല്ല കണക്ഷനുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീടാണോ നമ്മളുടെ സ്വപ്നത്തിലുള്ളത്, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഗ്രീനറി പോലത്തെ ഒരു സ്പേസ് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ഗാർഡനിങ്, അതുപോലെയുള്ള സ്റ്റെയർ കേസ്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്ക്സ്, ഇതൊക്കെ നമ്മളുടെ വീട്ടിലും നമ്മൾ ആഗ്രഹിക്കുന്നവ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ ഇത് നമ്മളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും നമുക്ക് ആഗ്രഹങ്ങൾ, ഓരോരോ കാൽക്കുലേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ബഡ്ജറ്റ് അത് നമുക്ക് അറിയുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അപ്പോൾ അതായത് നമ്മളൊരു ലോണാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നോക്കണം. പിന്നെ അതിങ്ങനെ ഓരോ ഘട്ടമായിട്ടാണല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും മിക്കവാറും ബാങ്കിൽ നിന്ന് ലോൺ തരുന്നത്. അപ്പോൾ ഓരോ ഭാഗം ചെയ്യും തോറും നമുക്ക് അതിനനുസരിച്ചുള്ള പൈസ കിട്ടുകയായിരിക്കും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കണം. അതായത് ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബഡ്ജറ്റ് ടോട്ടൽ ഇത്ര വേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വീടുണ്ടാക്കാൻ പിന്നെ വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഡിസൈനും പ്ലാനും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്റ്റിനെ കാണണം. കാരണം ആർക്കിടെക്റ്റാണ് നമ്മളുടെ മനസ്സിലുള്ള തീമിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് വീട് ഡിസൈൻ ചെയ്ത് തരുന്നത് ആർക്കിടെക്റ്റാണ്. കാരണം പലർക്കും അതറിയില്ല. കാരണം എല്ലാവരും കൂടുതൽ പേരും നമ്മളൊരു വീടുണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എഞ്ചിനീയറെ സമീപിക്കും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിക്കും. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിനെ കാണുക എന്നുള്ളതാണ്. ശരിക്കും എൻജിനീയേഴ്സിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന മേൽനോട്ടം, പിന്നെ അതിൻ്റെ ടൈം അനുസരിച്ച് വീട് പണി പൂർത്തിയാക്കുക, പിന്നെ അതിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുക. അതായത് ബഡ്ജറ്റ് ഇത്തിരി കൂടാനും കുറയാനും ഒക്കെ എൻജിനീയേഴ്സിൻ്റെ കഴിവ് നമ്മളെ സഹായിക്കും. പിന്നെ അവരുടെ ജോലി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ചിലവ് ചുരുക്കി ഏറ്റവും കുറഞ്ഞ മാൻ പവറിൽ ഒരു വീട് കംപ്ലീറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും എൻജിനീയേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ആർക്കിടെക്ചറിൻ്റെ ഫീസ് കുറച്ച് അധികമായിട്ട് തോന്നിയേക്കാം. അപ്പം അങ്ങനെയുള്ളവർ ഈ എൻജിനീയേഴ്സിനെ തന്നെ സമീപിക്കുന്നതായിരിക്കും ഉചിതം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ ബഡ്ജറ്റ് ആകുമ്പോൾ പിന്നെ ആർക്കിടെക്റ്റിനും കൂടി ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അവർക്കൊരു എക്സ്ട്രാ ചിലവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ എൻജിനീയേഴ്സിനെ വീട് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ എൻജിനീയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അതായത് ആ എൻജിനീയർ മുൻപ് ചെയ്ത വീടുകളുടെ പ്ലാനും ഡിസൈനും അതിൻ്റെ ഒരു ഭംഗി
അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം, അതായത് അവർ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ആ വർക്ക് കൊടുക്കുക, ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു വാസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടൊരു വാസ്തു വിദഗ്ധനെ കാണുക. പിന്നെ നമ്മളുടെ സൈറ്റ് പ്ലാനും റൂമുകളുടെ പൊസിഷനും എല്ലാം നമ്മൾ അതിനനുസരിച്ച് തീരുമാനിക്കുക. വാസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഒരു വാസ്തു വിദഗ്ധനെ കണ്ട് സൈറ്റ് പ്ലാൻ കൊടുത്ത് റൂമുകളുടെ പൊസിഷനും മറ്റും തീരുമാനിക്കുക. അതായത് കന്നിമൂലയിൽ ബാത്റൂമും പിന്നെ കിച്ചൻ്റെ പൊസിഷനും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കണം. അതൊക്കെ നോക്കിയതിന് ശേഷം ഒരു ആർക്കിടെക്റ്റിനെ കാണാം. ആർക്കിടെക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തീമിനനുസരിച്ചിട്ടുള്ള ഒരു വീട് ഡിസൈനും പ്ലാനും ഉണ്ടാക്കിത്തരും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ ടീമിന് നമ്മൾ ആ വീടിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ആ ടീമിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ ടീമായിരിക്കും കോൺട്രാക്ടറിനെ തീരുമാനിക്കുന്നത്. പിന്നെ അവരായിരിക്കും പിന്നെ ആർക്കിടെക്റ്റിൻ്റെ നിന്ന് ഡിസൈനും പ്ലാനും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ചെയ്യുന്നത് മുഴുവൻ അവരായിരിക്കും. ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ എഗ്രിമെൻറ്റ് തയ്യാറാക്കുക. അതാണ് ലാസ്റ്റത്തെ മെയിൻ പോയിൻറ്റ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വെറൈറ്റി വ്ളോഗുമായിട്ട് വേറൊരു ദിവസം കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.